السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا ورسولنا محمد صلى الله عليه وسلم. فقال الله سبحانه وتعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. وقال النبي صلى الله عليه وسلم: أعددت لعبادي الصالحون ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر، أو كما قال عليهم الصلاة والسلام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. ഖൈറിൻ്റെ വഴികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ചേർക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രീതിയും കരസ്ഥമാക്കി ഏറ്റവും നല്ല അടിമകളിൽ, സത്യവിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ചേർക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ എല്ലാ നന്മകളും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല ഒരു റമളാനും കൂടെ സാക്ഷികളാകാൻ നമുക്ക് സൗഭാഗ്യം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ റമളാനിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഖബറിലാണ്, അവരുടെ അന്ത്യയാത്രയിലാണ്, അവരുടെ ഉപജീവനം തീർന്നിരിക്കുകയാണ്, അവരുടെ റിസ്ഖ് തീർന്നിരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവരെല്ലാവരും യാത്രയായി. അള്ളാഹു തആല നമ്മുടെ ആയുസ്സിൽ ഒരു റമളാനും കൂടെ നൽകിയിരിക്കുകയാണ്. ഈ റമളാനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞത് 2 മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണേ. വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ എന്ന് നമ്മൾ ഹൃദയംഗമായി ദുആ ചെയ്തു. ആ റമളാനിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു തആല റമളാനിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും അവസാന കാര്യമാണ്, അവസാനത്തെ ദിനങ്ങളാണ്, രാത്രികളാണ് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, അല്ലാഹുവേ, ഈ വർഷത്തെ റമളാനിൻ്റെ പുണ്യങ്ങൾ, അതിൻ്റെ നന്മകൾ, അതിൻ്റെ ഖൈറാത്തുകൾ എനിക്ക് നൽകപ്പെട്ടോ? അല്ലാഹു തആല എന്നിൽ തൃപ്തനായോ? അല്ലാഹു എന്നിൽ തൃപ്തയായോ എന്ന് പൂർണ്ണമായിട്ടും ആലോചിക്കേണ്ട സമയങ്ങളാണ് കടന്നു വരുന്നത്. നമ്മൾ ദുആ ചെയ്തു. എന്താണ് ദുആ? അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി ഉതഖാഅ മിനന്നാർ ഫീ കുല്ലി യൗമിൻ. അല്ലാഹു തആല ഓരോ ദിവസവും, റമളാനിൻ്റെ ഓരോ ദിവസവും ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്നും കരകയറ്റുന്നതാണ്. അല്ലാഹു തആല നരകം നിർബന്ധമായ പല ആളുകളെയും അതിൽ നിന്നും രക്ഷപ്പെടുത്തും.
നമ്മുടെ മാതാപിതാക്കളുണ്ടാകും, നമ്മുടെ കൂട്ടുകാരുണ്ടാകും. പല ആളുകളെയും അല്ലാഹു തആല നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് അല്ലാഹു തആല അവരെയൊക്കെ പ്രവേശിപ്പിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെയാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഹദീസ് പറഞ്ഞു. അതിലൊന്നാമത് പറഞ്ഞത്, നരകത്തിൻ്റെ വാതിൽ മുഴുവനും റമളാനിൻ്റെ സമയത്ത് അല്ലാഹു തആല പൂർണ്ണമായും അടയ്ക്കുന്നതാണ്. ഈ നരകത്തിൻ്റെ വാതിലുകളിൽപ്പെട്ട 7 വാതിലുകളിൽപ്പെട്ട ഒരു വാതിലും റമളാനിൻ്റെ ഒരു ദിവസവും തുറക്കുന്നതേയല്ല, അത് പൂർണ്ണമായും പൂട്ടപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ്? മനുഷ്യർ നരകത്തിൽ നിന്നും അകലാൻ വേണ്ടി, മനുഷ്യരെ നരകത്തിൽ നിന്നും പൂർണ്ണമായും അല്ലാഹു തആല ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ അമലുകൾ, അവരുടെ കർമ്മങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാരക്കയുടെ കഷണം നിങ്ങൾ സ്വതക്ക ചെയ്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നും രക്ഷപ്പെടണേ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നരകത്തിൻ്റെ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല, അത് പൂർണ്ണമായും അടക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഹദീസിൽ പറഞ്ഞത്, സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലുകളും, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, ഈ 8 വാതിലുകളും പൂർണ്ണമായും തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു വാതിലും റമളാനിൻ്റെ ഒരു സമയത്തും പൂട്ടപ്പെടുകയില്ല. അല്ലാഹു തആല കടന്നു വരിൻ, നിങ്ങൾ ഈ ഖൈറാത്തുകളിലേക്ക് കടന്നു വരിൻ, ഈ നന്മകളിലേക്ക് കടന്നു വരിൻ, നിങ്ങൾക്കാണ് ഇതിൻ്റെ മുഴുവൻ ബെനിഫിറ്റുകളും ഉള്ളത്. അല്ലാഹു തആല മനുഷ്യർക്ക് ഇങ്ങനെ വാരിക്കോരി തരാൻ. അതാണ് നമ്മൾ എല്ലാ നിസ്കാരത്തിനും ഓതുന്ന ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം എന്ന വാക്കിന് അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ കരുണയുടെ വിശാലതയാണ് അതിലൂടെ അറിയിക്കുന്നത്. അല്ലാഹു തആല നൽകുന്ന ആ സുന്ദരമായ മുഹൂർത്തങ്ങളുണ്ട്, ആ സുന്ദരമായ സുദിനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ തീർന്നു പോകാനുള്ളതാണ്. ദുനിയാവിൻ്റെ രസങ്ങളും സുഖങ്ങളും ആർഭാടങ്ങളും ആഭാസങ്ങളും അതിൻ്റെ ശോഭയും അതിൻ്റെ പ്രക്ഷോഭവും എല്ലാം തീർന്നു പോവാണ്. അതൊക്കെ അലങ്കാരമാണ്, അതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഇതൊക്കെ എന്നൊന്നും ഉണ്ടാവും നമ്മുടെ കൂടെ. നമ്മുടെ സമ്പത്തും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഉദ്യോഗങ്ങളും നമ്മുടെ കച്ചവടവും നമ്മുടെ വലിയ വലിയ മണിമാളികകളും സൗധങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കാൻ. പക്ഷെ അല്ലാഹ് പറയാണ്, ഒരിക്കലും ഒന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകൂല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഒന്നെങ്കിൽ നിങ്ങൾ ദുനിയാവിനെ വിടേണ്ടി വരും, അല്ലെങ്കിൽ ദുനിയാവ് നിങ്ങളെ വിടേണ്ടി വരും. രണ്ടാലൊന്ന് സംഭവിക്കും. നമ്മൾ മരണപ്പെടും, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ആ ദുനിയാവ് നഷ്ടപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടതും തയ്യാറാകേണ്ടതും നമ്മുടെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. സഹാബാക്കൾ ഓരോ ഹദീസുകൾ കേൾക്കുമ്പോഴും, നബിയെ അത് എനിക്ക് വേണം, ആ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ എനിക്ക് വേണം. ഒരു പ്രാവശ്യം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മണിമാളിക കണ്ട്, ആ മാളികയുടെ പ്രത്യേകത യുറ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ലാഹിരിഹാ. ഉള്ളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ പുറംഭാഗം മുഴുവനും കാണുന്ന, പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉൾഭാഗം മുഴുവനും കാണുന്ന വിശാലമായ ഒറ്റമുത്തിനാലുള്ള ഒരു മണിമാളിക അല്ലാഹു തആല കൊടുക്കും എന്ന് പറഞ്ഞ് സ്റ്റോപ്പാക്കിയപ്പോൾ ഒരു സഹാബി മുട്ട് കുത്തിയിട്ട് എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, നബി അത് ആർക്കാണ്? അപ്പം നബി തങ്ങൾ ഒരു ഹദീസ് പറയുന്നതോടുകൂടെ തന്നെ അതെനിക്ക് കിട്ടണം എന്ന ആഗ്രഹത്തിലാണ് സഹാബാക്കൾ ഉണ്ടാകുക. അപ്പം നബി തങ്ങൾ പറഞ്ഞു, അത് ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കുന്ന ആളുകൾ, വഅത്അമ തഅം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വബാത ഖായിമൻ വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമസ്കരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. മറ്റൊരു പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം, 10 പ്രാവശ്യം ഒരു ദിവസം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു വീട് നിർമ്മിക്കുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്നും എഴുന്നേറ്റു, എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ 20 പ്രാവശ്യം ഓതിയാലോ? ആ 20 പ്രാവശ്യം ഓതിയാൽ താങ്കൾക്ക് സ്വർഗത്തിൽ 2 വീടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ഞാൻ 30 പ്രാവശ്യം ഓതിയാലോ? 30 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ എനിക്ക് 3 വീടുണ്ട്. അങ്ങനെ ഖൈറാത്തുകളുടെ താല്പര്യത്തിലേക്കായിരുന്നു സഹാബാക്കളുടെ ചിന്ത ഉണ്ടായത്. ഈ രൂപത്തിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളാണ് സ്വർഗത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു സുംറത്തിൻ യദ്ഖുലൂനൽ ജന്ന അലാ സൂറത്തിൽ ഖമറി ലൈലത്തുൽ ബദർ. സ്വർഗത്തിലേക്ക് മനുഷ്യരിങ്ങനെ പ്രവേശിക്കുകയാണ്. ആദ്യ സംഘം സ്വർഗത്തിലേക്ക് കയറുന്നത് അവരുടെ രൂപം, അവരുടെ അവസ്ഥകളൊക്കെ ഹദീസിലൂടെ പറയാൻ. അവ്വലു സുംറത്തിൻ, ഒന്നാമത്തെ സംഘം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യദ്ഖുലൂനൽ ജന്ന അലാ സൂറത്തിൽ ഖമർ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രന്റെ പ്രശോഭിത ആ ശോഭ പോലെ തിളങ്ങുന്ന മുഖത്തോടുകൂടെ അവരിങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിന്നൽ വേഗത്തിൽ ആ സിറാത്ത് പാലം, നരകത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ആ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കുന്നവരാണ് ആദ്യത്തെ സംഘം. അള്ളാഹു നമ്മൾ അതിലെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യത്തെ സംഘം മിന്നൽ വേഗത്തിൽ കടന്നു പോകും. മിന്നലിന് എത്ര സമയമുണ്ട്? വളരെ കുറഞ്ഞ സമയത്തിലാണ് മിന്നൽ കടന്നു പോവുക. ഇതൊന്നാമത്തെ സംഘം. അവരുടെ അമലുകൾ കൃത്യമായി, അവരുടെ നമസ്കാരം കൃത്യമായി, അവരുടെ ഇബാദത്തുകൾ കൃത്യമായി, രാത്രികളെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവർ തഹജ്ജുദ് നമസ്കരിച്ചു, അവർ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു. അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ചിന്തയിൽ അവർ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ തയ്യാറായി. അവർ ലോണിൽ നിന്നും മാറി നിന്നു, പലിശയിൽ നിന്നും മാറി നിന്നു, എല്ലാ രീതിയിലുള്ള വഞ്ചനപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന ആളുകൾ അവരുടെ ജീവിതം 100% പെർഫെക്റ്റായി. അവരുടെ ഇബാദത്തുകൾക്ക് 100% മാർക്കായി, അവരുടെ അമലുകൾക്ക് 100% മാർക്കായി. അവരുടെ കച്ചവടത്തിൽ ഒരു പ്രാവശ്യം പോലും അവർ കളവ് പറഞ്ഞില്ല, അവർ വഞ്ചന കാണിച്ചില്ല, അവർ കൃത്യമായി അവരുടെ ഇടപാടുകൾ നടത്തി. കടം വാങ്ങിച്ചപ്പോൾ കൃത്യമായി തിരിച്ചു കൊടുത്തു. അങ്ങനെ അല്ലാഹു തആല ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ മാർഗരേഖയോടുകൂടെ ജീവിച്ച ആളുകൾ അവർ ഒന്നാമത്തെ സംഘം കടന്നു പോവാൻ. അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നുണ്ടാകും. 14-ാം രാവിലെ ചന്ദ്രന്റെ എത്ര പ്രകാശം ഉണ്ടാകും, ആ പ്രകാശമാണ് അവരുടെ മുഖങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. രണ്ടാമത്തെ സംഘം കടന്നു പോകുന്നത് കൗകബുൻ ദുർരിയ്യ. അതാ നല്ല വെളിച്ചമുള്ള ആ സമയത്ത് നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെളിച്ചം കാണും. ആ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നത്? നക്ഷത്രങ്ങളിൽ നിന്നാണ് ആ വെളിച്ചം വരുന്നത്. ആ നക്ഷത്രങ്ങളുടെ തിളക്കമാണ് രണ്ടാമത്തെ സംഘത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അങ്ങനെ അവരെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ തയ്യാറായി നിൽക്കാൻ അല്ലാഹു തആല പറയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. സംഘങ്ങൾ സംഘങ്ങളായി ഇങ്ങനെ കടന്നു വരികയാണ്. ഓരോ സംഘങ്ങളായി നമ്മുടെ കൂടെയുള്ള ആളുകൾ 100ഉം 200ഉം 300ഉം ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇങ്ങനെ കടന്നു വരും. സുമറ, സൂറത്തു സുമറിൽ അല്ലാഹു തആല നരകത്തിലേക്ക് കടന്നു പോകുന്ന സംഘങ്ങൾ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സംഘങ്ങൾ, ഈ രണ്ട് സംഘങ്ങളെയാണ് അല്ലാഹു തആല സൂറത്തു സുമർ, ആ സൂറത്തിന് ആ പേര് തന്നെ അത് തന്നെയാണ്. സംഘങ്ങൾ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർ, നരകത്തിലേക്ക് കടന്നു പോകുന്നവർ, അവരിങ്ങനെ കടന്നു വരും. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ. അവരിങ്ങനെ സ്വർഗത്തിന്റെ വാതിലുകളിൽ എത്തുന്ന സമയത്ത് ഫുതിഹത് അബ്വാബുഹാ, അവർക്ക് വേണ്ടി അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ. അതിന്റെ ആ പാറാവുകാർ, കാവൽക്കാർ, കാവൽ നിൽക്കുന്ന ആ മലക്കുകൾ ചോദിക്കും, ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അതാ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് മംഗളങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് ആശംസകൾ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് ആശീർവാദങ്ങൾ ഉണ്ടാകട്ടെ. ഏറ്റവും സുന്ദരമായ സ്ഥലത്തേക്ക്, ഏറ്റവും ഔന്നിത്യമേറിയ പദവിയിലേക്ക് നിങ്ങൾ ഇതാ കടന്നു വരികയാണ്. എന്നിട്ട് അവർ പറയും, ഇവിടെ ഖാലിദീന ഫീഹാ, ഇവിടെ നിങ്ങൾ സ്ഥിരവാസികളാണ്, ഇവിടെ നിങ്ങൾ ഇനി ആരും പുറത്താക്കാൻ വരൂല, ഇത് നമ്മുടെ ഭൂമിയാണ്, നമ്മളെ സ്ഥലമാണ്, ഇവിടെ നിങ്ങൾക്ക് പൗരത്വമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാൻ ആരും വരൂല. ഇനി രണ്ടാമത് അല്ലാഹു തആല പറയുന്നത് ലാ യബ്ഗൂന അൻഹാ ഹിവല, ഇവിടെ നിന്നും പുറത്തു പോകണമെന്ന് നിങ്ങൾക്കും ചിന്ത ഉണ്ടാകൂല. നമ്മളൊരു സ്ഥലത്ത് കുറച്ച് 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി, ഇനി ആ സ്ഥലത്ത് പോകണ്ട, നമുക്ക് വേറെ സ്ഥലത്ത് പോകാന്ന് പറയും. വയനാട്ടിലൊക്കെ എത്ര പ്രാവശ്യം പോണത്, ഊട്ടിയിലും കൊടൈക്കനാലിലും കാശ്മീരിലൊക്കെ എത്ര പ്രാവശ്യം പോണത്, ഇനി പുതിയ പുതിയ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അങ്ങോട്ട് പോകാം എന്ന് പറയാറുണ്ട്. പക്ഷെ അല്ലാഹു പറയാണ് ലാ യബ്ഗൂന അൻഹാ ഹിവല, ഇവിടെ നിന്നും പോകണമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകൂല. വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കണം, അതിൻ്റെ ആസ്വദിക്കണം, അതാസ്വദിക്കണം, അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തണം
എന്ന് വിചാരിക്കുന്നതാണെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അങ്ങനെ അവരിങ്ങനെ കയറി വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം നൽകുകയാണ്. ആ ഭക്ഷണത്തെക്കുറിച്ച് ഹദീസിൽ വരുന്നുണ്ട്, ഹൂതു കബ്ദത്തുൽ ഹൂതി, ഒരു മത്സ്യത്തിൻ്റെ കരളിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും ആ സ്വർഗപ്രവേശനത്തിൻ്റെ സമയത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തിന്നുന്നതോടുകൂടെ അവരുടെ വിശപ്പ് മുഴുവനും മാറി. പിന്നെ വിശക്കുന്നത്, അവർ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പിൻ്റെ പേരിലല്ല, മറിച്ച് ആസ്വദിക്കാൻ, രസം കൊള്ളാൻ, ഇതിനു വേണ്ടിയിട്ടാണ് പിന്നീട് അവർ കഴിക്കുന്ന മുഴുവൻ ഭക്ഷണങ്ങളും. അതിനുശേഷം അവർക്കൊരു പാനീയം കൊടുക്കുകയാണ്. ആ പാനീയത്തിൻ്റെ പേര് തുസമ്മ സൽസബീല. സൽസബീൽ എന്ന് പറയുന്ന പ്രത്യേകമായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. ആ വെള്ളം നൽകുന്നതോടുകൂടെ, ആ വെള്ളം കുടിക്കുന്നതോടുകൂടെ അവരുടെ മുഴുവൻ ദാഹവും മാറി. പിന്നീട് നദികൾ, തേനിൻ്റെയും പാലിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും ഒക്കെ അരുവികൾ, ആ അരുവികളിൽ നിന്ന് അവർ കുടിക്കുന്നത് ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്, രസത്തിന് വേണ്ടിയിട്ടാണ്, ദാഹത്തിന് വേണ്ടിയിട്ടല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി മുനാദിൻ, ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും. 4 കാര്യങ്ങളാണ് ആ മലക്ക് വിളിച്ചു പറയാ. ഒന്നാമത്തെ കാര്യം അൻ തഹ്യൂ ഫലാ തമൂതു അബദ. രണ്ടാമത്തേത് അൻ തശിബ്ബു ഫലാ തഹ്റമു അബദ. മൂന്നാമത്തേത് അൻ തൻഇമു ഫലാ തൈഅസു അബദ. നാലാമത്തേത് അൻ തസിഹു ഫലാ തസ്ഖമു അബദ. ഒന്നാമത്തേത് അൻ തഹ്യൂ ഫലാ തമൂതു അബദ. ഇവിടെ നിങ്ങൾക്ക് ജീവിതം മാത്രമേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് മരണമില്ല. ഇനി നിങ്ങളുടെ ജനാസ കുളിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകൂല, ഇനി പള്ളിക്കാട്ടിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകൂല, എപ്പോഴാണ് നിങ്ങളുടെ മയ്യത്ത് നമസ്കാരം എന്നുള്ള ചോദ്യം ഉണ്ടാകൂല. ഇനി പൂർണ്ണമായിട്ടും നിങ്ങൾക്കിവിടെ ജീവിതം മാത്രമേ ഉള്ളൂ. ഒരിക്കലും മരണമെന്ന് പറയുന്നത് അത് തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ 60 വർഷം 70 വർഷം ഓരോ വർഷങ്ങൾ അതെല്ലാം തീർന്നുപോയി. ഇനി നിങ്ങൾക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. ഒന്നാമത് മലക്ക് വിളിച്ചു പറയും. രണ്ടാമത് മലക്ക് വിളിച്ചു പറയും അൻ തശിബ്ബു ഫലാ തഹ്റമു അബദ. ഇനി ഇവിടെ നിങ്ങൾ യുവാക്കളായിരിക്കും, നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാകൂല, നിങ്ങളുടെ താടി രോമങ്ങൾ അത് നരച്ചു പോകൂല, നിങ്ങളുടെ മുടി നരയ്ക്കുകയില്ല, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അത് പിടിപെടുകയില്ല, നിങ്ങളുടെ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിക്കുക അതൊന്നും ഉണ്ടാവുകയില്ല, ഓർമ്മക്കുറവുണ്ടാകുക അതൊന്നും ഉണ്ടാവുകയില്ല. 33 വയസ്സ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ 33 വയസ്സാണ് 80 വർഷമുള്ള ആൾക്കും 70 വർഷമുള്ള ആൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയമാണ് നൽകപ്പെടുക. അതിന് പ്രത്യേകമായ 33 വയസ്സിന് പ്രത്യേകമായ അവസ്ഥയുണ്ട്. 33 വയസ്സെന്ന് പറയുന്നത് യുവത്വത്തിൻ്റെ ഒരു തിളപ്പാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഓടി നടക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള പ്രത്യേകമായ സമയമാണ്. ഈ സമയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമതായി മലക്ക് വിളിച്ചു പറയും ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ. നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യവാന്മാരായിരിക്കും, നിങ്ങൾക്കൊരു രോഗം ഉണ്ടാകൂല. ബോഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കപ്പ് ചെയ്യണം, അതുണ്ടാകൂല. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാകും, അതുണ്ടാകൂല. തലവേദനയും പനിയും മുട്ടുവേദനയും കാലുവേദനയും ഒന്നും ഉണ്ടാകൂല. ലക്ഷങ്ങൾ വില പറഞ്ഞ ഓപ്പറേഷനുകൾ ഇനി ഉണ്ടാകൂല. ഒരു ഡോസിന് 18 കോടി രൂപ മരുന്ന് അതിനി ഉണ്ടാകൂല. അങ്ങനത്തെ വാക്കുകളോ അങ്ങനത്തെ വർത്തമാനങ്ങളോ ഒന്നും ഇനി കേൾക്കൂല. ഇനി നിങ്ങൾ പൂർണ്ണമായ ആരോഗ്യവാന്മാരായിരിക്കും. ആരോഗ്യത്തിന് വേണ്ടി ജിമ്മിൽ പോകേണ്ട ആവശ്യം ഉണ്ടാകൂല, ആരോഗ്യത്തിന് വേണ്ടി വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ആവശ്യം ഉണ്ടാകൂല. അള്ളാഹു പറയാണ് നിങ്ങളുടെ അവസ്ഥ തന്നെ ഇതാണ്, നിങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യവാന്മാരായിരിക്കും. നാലാമതായ മലക്ക് വിളിച്ചു പറയും ഇന്നലക്കും അൻ തൻഇമു ഫലാ തൈഅസു അബദ. ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, നിഅമത്തുകൾ മാത്രമേ ഉള്ളൂ. ഫലാ തൈഅസു അബദ. ടെൻഷൻ ഉണ്ടാകൂല, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകൂല, ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. ഓരോ ആളുകളും വലിയ ടെൻഷനിലാണ്. എന്താകും നാളത്തെ അവസ്ഥ? ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ, പ്രവാസ ലോകങ്ങളിൽ പ്രശ്നങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നവുമായിട്ട് ഇങ്ങനെ നമ്മൾ നടക്കാൻ അല്ലാഹു പറയാണ് ഇല്ല, ഇനിയെല്ലാം തീർന്നു പോയി, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇന്നലക്കും അൻ തൻഇമു. നിഅമത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരി പൊതിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണോ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തിയാവുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അവിടെ പിന്നെ എന്തുണ്ടാവുള്ളൂ? എല്ലാവരോടും സലാം എന്ന് പറയുന്ന വാക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാഷാ അല്ലാ, തബാറകല്ലാ, ഹയ്യാകല്ലാ, ഇങ്ങനെയുള്ള വാക്കുകളാണ് സ്വർഗത്തിൽ ഉണ്ടാകുക.
ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, കുറ്റവും കുറവും പറഞ്ഞു നടന്നു. ഇനി അത് ഇവിടെ ഉണ്ടാവൂല. ഇവിടെ എല്ലാവരോടും സലാം, എല്ലാവരുടെ മനസ്സിലും എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം പറയുന്ന ഒരു പ്രത്യേകമായ അവസ്ഥാനം ഇവിടെ ഉണ്ടാകുക. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എത്ര ആളുകളെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രമാണ് ശരിയെന്നാണ്, ബാക്കി എല്ലാവരും പോക്കാണ്. നമ്മൾ ആദ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ പോക്കാണ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ശരിയാണ്. ഇതാണ് നമ്മൾ ആദ്യമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പറയുന്ന ചില വാക്കുണ്ട്. വഅന സലീമുസ് സദ്ർ. നിങ്ങൾ ഒരാളുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ പൂർണ്ണമായിട്ടും ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു മോശമായ തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെക്കുറിച്ചും അല്ലാഹു തആല പറയാണ്, ഇല്ല ഖീലൻ സലാമൻ സലാമ. ഇനി കുറ്റം പറച്ചിലില്ല, കുറ്റങ്ങൾ നിങ്ങൾ കേൾക്കൂല. പിന്നെ ഒരാളുടെ ന്യൂനതകൾ പുറത്താക്കി എല്ലാ ആളുകളോടും പറഞ്ഞു നടക്കുക, ഇതൊന്നും ഇനി ഉണ്ടാകൂല, എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യന് നീ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആള് നരകത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നരകത്തിൽ ആരെയും കാണാനില്ല. അദ്ദേഹം ഇങ്ങനെ ലജ്ജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. എന്തിനാണ്? തിന്മകളും തെറ്റുകളുമായി ചെയ്തു. അവസാനമാണ് ഞാൻ നരകത്തിൽ നിന്നും കരകയറിയത്. അള്ളാഹുവേ, എനിക്ക് നിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ എത്തിയത്. അള്ളാഹു തആല പറയും, ദുനിയാവിൽ വന്നിട്ടുള്ള രാജാക്കന്മാർക്ക് നൽകിയിട്ടുള്ള പദവി, അധികാരം, അതിനേക്കാളും വലുത് സ്വർഗത്തിൽ നിനക്ക് കിട്ടുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ മനുഷ്യൻ പറയും, അള്ളാഹുവേ, നീ എന്നോട് തന്നെയാണോ ഈ ചോദിക്കുന്നത്? ഞാൻ അവസാനത്തെ ആളല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ആ മനുഷ്യനോട് അള്ളാഹു തആല പറയും, നിനക്ക് തന്നെയാണ് ഈ അവസ്ഥ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് പറയും. അങ്ങനെ ആ മനുഷ്യനോട് അള്ളാഹു തആല ചോദിക്കും, ഈ ദുനിയാവിൻ്റെ ഒരരട്ടി വലുപ്പമുള്ള സ്വർഗം അത് ഞാൻ നിനക്ക് തരട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അള്ളാഹു തആലയോട് ആ മനുഷ്യൻ പറയും, നീ എന്നെ കളിയാക്കാണോ? എവിടെ സ്വർഗത്തിൽ സ്ഥലമില്ലല്ലോ, എല്ലാവരും സ്വർഗത്തിൽ കയറിയില്ലേ, ഇനി എനിക്ക് സ്ഥലമൊന്നും ഇല്ലല്ലോ, സ്വർഗം ഫുള്ളായില്ലെന്ന് ചോദിക്കും. അള്ളാഹു തആല പറയും, ഈ ദുനിയാവിൻ്റെ 5 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം നിനക്ക് ഞാൻ തരാമെന്ന് പറയും. ഇത് ആർക്കാ അള്ളാഹു തആല കൊടുക്കുന്നത്? അവസാനം സ്വർഗത്തിൽ കയറുന്ന ആൾക്കാ കൊടുക്കുന്നത്. സാധാരണ ചോദ്യം ഉണ്ടാകൽ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ, ഈ മത്സരത്തിൽ ആദ്യം എത്തിയ ആൾക്ക് എന്ത് കൊടുക്കും? പിന്നെ ട്രോഫി. ആ ട്രോഫി പിന്നെ സ്വർണത്തിൻ്റെതാണോ, വെങ്കലാണോ, അല്ലെങ്കിൽ വെള്ളിയാണോ, അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എത്ര ഉണ്ട്, 50,000 ആണോ, 1,00,000 ആണോ? ഇത് ഫസ്റ്റ് എത്തിയ ആൾക്ക് എന്താണ് കൊടുക്കാന്നാണ്. പക്ഷെ ചോദ്യം നേരെ തിരിച്ചാണ്, ലാസ്റ്റ് എത്തിയ ആൾക്ക് കൊടുക്കണത് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഒരരട്ടി വലുപ്പമുള്ള സ്വർഗം കൊടുത്തു, അതിനുശേഷം ദുനിയാവിൻ്റെ 5 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം കൊടുത്തു. അപ്പോൾ ഇയാള് പിന്നെ സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നും യാത്രയാകുമ്പോൾ അള്ളാഹു തആല മനുഷ്യനെ വീണ്ടും തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, ദുനിയാവിൻ്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം നിനക്ക് തരാന്ന് പറയും. അപ്പൊ അവസാനം സ്വർഗത്തിൽ കയറിയ വ്യക്തിക്ക് അള്ളാഹു തആല കൊടുക്കുന്ന എത്രയാണ്? ദുനിയാവിൻ്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം. അപ്പൊ ആലോചിച്ച് നോക്കി, നബിതങ്ങളുടെ സ്വർഗം എത്ര ഉണ്ടാവും? എത്ര വലുപ്പം ഉണ്ടാവും? മുഴുവൻ പിന്നെ നബിമാരുടെ സ്വർഗം, സഹാബാക്കളുടെ സ്വർഗം, അതിനുശേഷം താബിഈങ്ങൾ, താബിഈങ്ങൾ, ഇന്ന് ലോകത്ത് ലൈവിൽ 700 കോടി ജനങ്ങൾ, ഓരോ നൂറ്റാണ്ടിലും ഏകദേശം ഒരു 700 അല്ലെങ്കിൽ 500 കോടി ജനങ്ങൾ നമ്മൾ കണക്കൂട്ടി നോക്കി എത്ര ആൾക്കാർ സ്വർഗത്തിലുണ്ട് കയറി. ഇതെല്ലാം കയറിയിട്ട് അവസാനം സ്വർഗത്തിൽ കയറുന്ന ആൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ വലുപ്പം ഈ ദുനിയാവിൻ്റെ നമ്മൾ കോഴിക്കോട് ജില്ല തന്നെ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല, നമ്മുടെ സ്റ്റേറ്റ് കണ്ടിട്ടില്ല, നമ്മുടെ രാജ്യം കണ്ടിട്ടില്ല, നമ്മുടെ ഏഷ്യ കണ്ടിട്ടില്ല, നമ്മുടെ ഭൂഖണ്ഡം കണ്ടിട്ടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് വൻകരകൾ ഇങ്ങനെ വിശാലമായി കിടക്കാൻ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ 10 ഇരട്ടി വലുപ്പം, കടലും കരയും കടന്ന് 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം അവസാനം സ്വർഗത്തിൽ കയറുന്ന ആൾക്ക് കൊടുക്കുമ്പോൾ ആദ്യത്തെ ആളുടെ സ്വർഗത്തിൻ്റെ വലുപ്പം ഇതൊക്കെ എവിടെ ഉള്ളത്? അല്ലാഹു തആല ഇതൊക്കെ എവിടെ വെച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജന്നാതു അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. ഇതാ സ്വർഗത്തിൽ തുറക്കപ്പെട്ട വാതിലുകളുണ്ട്, സ്വർഗത്തിൽ തുറക്കപ്പെട്ട വാതിലുകളുണ്ട്.
ആ സ്വർഗത്തിന്റെ വാതിലുകൾ 8 വാതിലാണ്. സമാനിയത്ത് അബ്വാബ്. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം അതിലൂടെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 8 വാതിലിലൂടെ 8 വിഭാഗം ജനങ്ങൾ കടന്നു പോകാൻ. അതാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ. 8 ഗുണങ്ങളുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരേറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചതിൻ്റെ ഫലമായി കൊണ്ട് അള്ളാഹു തആല അവർക്ക് നൽകുന്ന ഒരു പ്രത്യേകമായ അംഗീകാരം. ആ വാതിലിൽ തന്നെ അവർക്ക് ആ വാതിൽ ഇങ്ങനെ അവരെ വിളിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ വാതിലിന്റെ പേര് പ്രവാചകൻ പറഞ്ഞു ബാബു സ്വലാ, നമസ്കാരത്തിന്റെ വാതിലാണ്. കൃത്യമായ അദ്ദേഹം നമസ്കാരക്കാരനാണ്. റമദാൻ കഴിഞ്ഞു, അപ്പോഴും അവന്റെ ജീവിതത്തിൽ നമസ്കാരം ഉണ്ട്. സുബഹി കൃത്യമാണ്, ലൊഹർ കൃത്യമാണ്, അസർ കൃത്യമാണ്. ഒരു നമസ്കാരവും ഉപേക്ഷിക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ 15 വയസ്സ് മുതൽ ഉണ്ടായിട്ടേ ഇല്ല. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നമസ്കാരവുമായിട്ട് അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. നമസ്കാരം നഷ്ടപ്പെടുമ്പോൾ വേദനയുണ്ടായി, ബേജാറുണ്ടായി. എത്ര നമസ്കാരം നഷ്ടപ്പെട്ടപ്പോഴും പേടിയും പ്രയാസവും ഉണ്ടായി. റബ്ബുൽ ആലമീനായ അല്ലാഹു തആല നൽകിയ എത്ര സുഖങ്ങളാണ്, എത്ര അനുഗ്രഹങ്ങളാണ്, എത്ര നല്ല അവസ്ഥകളാണ്. ഈ അവസ്ഥകളൊക്കെ നൽകിയ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള സുജൂദിനെ എത്രയാണ് ഞാൻ ഉപേക്ഷിച്ചത്. അള്ളാഹുവിൻ്റെ മുന്നിലുള്ള ആ നൃത്തം, ലുഹറിൻ്റെയും അസറിൻ്റെയും സമയത്തുള്ള നൃത്തം എത്ര വിലയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു മിഹ്റാബിന്റെ ഉള്ളിൽ വെച്ചാണ് ഷഹീദാകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഷഹീദായ സഹാബി എന്നാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയ ആള് എല്ലാ സഹാബാക്കളെയും മറികടന്ന് അദ്ദേഹം പള്ളിന്റെ പുറത്തേക്ക് ഓടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു വീണു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും എടുത്ത് ശരിക്കൊന്ന് ഇരുത്തി. അങ്ങനെ കുറച്ച് പാലും വെള്ളവും കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുടിപ്പിച്ചു. കുത്തുകൊണ്ട ഹോൾസിലൂടെ ആ പാല് പുറത്തേക്ക് വന്നു, ആ വെള്ളം പുറത്തേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു തല ഉയർത്തി, എന്നിട്ട് പറഞ്ഞു ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ദീനിൽ യാതൊരു പങ്കുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കുന്നു പറഞ്ഞു. ഇതെപ്പോഴാണ് പറയുന്നത്? കുത്തുകൊണ്ടു, വേദനയായി, പ്രയാസമായി, ചെറിയൊരു രോഗമല്ല വന്നത്, ചെറിയൊരു ബുദ്ധിമുട്ടല്ല വന്നത്, പനിയോ തലവേദനയോ അല്ല വന്നത്, രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അമീറുൽ മുഅ്മിനീനാണ്, 2ാമത്തെ ഖലീഫയാണ്, ജനങ്ങൾ മുഴുവൻ വിഭ്രാന്തിയിൽ അകപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ. അപ്പൊ അവസാന ശ്വാസം വരെ ഉമർ റളിയല്ലാഹു അൻഹു മുറുകെ പിടിച്ച സംഗതി എന്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോലും നമസ്കാരം ഉപേക്ഷിച്ചിരുന്നില്ല എന്നാണ്. ഒരു പ്രാവശ്യം ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇമാമും ജമാഅത്തുമായിട്ടുള്ള നമസ്കാരം നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ തൊട്ടടുത്തുള്ള ഒരാൾ ചോദിച്ചു, ഇത് സാധാരണ മരിച്ചാൽ പറയുന്ന വാക്കല്ലേ, ദുആയല്ലേ, നിങ്ങൾ എന്തിനാ ഇപ്പൊ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ മുസീബത്ത് ദീനിലെ മുസീബത്താണ്. ദീനിൽ എന്തെങ്കിലും കുറവ് വരിക, അതാണ് ഏറ്റവും വലിയ മുസീബത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്ര ഇമാമും ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്ര അവ്വൽ തക്ബീർ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ 40 ദിവസം അവ്വൽ തക്ബീറോടുകൂടെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കുത്തിബ ലഹു ബറാഅത്താൻ, 2 മോചനങ്ങൾ. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം, 2ാമത്തേത് കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനമാണ് അവന് നൽകുക. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റഹിമഹുല്ല അവറുകള് പിന്നെ മരണപ്പെടുന്ന സമയത്ത് മകള് കരയുകയാണ്. അപ്പൊ മകൾ ആശ്വസിപ്പിച്ചു. മകളോട് ചോദിച്ചു, മോളെ നീ എന്തിനാ കരയുന്നത്? അപ്പൊ മകള് പറഞ്ഞു, ഉപ്പാന്റെ വേർപാട്, ഉപ്പ ഇല്ലല്ലോ കൈപിടിക്കാൻ, ഉപ്പ ഇല്ലല്ലോ നടക്കാൻ, ഉപ്പ ഇല്ലല്ലോ ഉപദേശിക്കാൻ. അപ്പൊ ആ ഉപ്പ ഹസൻ ബസരി റഹിമഹുല്ല അവറുകൾ ആ മകള് ഉപദേശിക്കുകയാണ്, മോളെ ഉപ്പാക്കൊരു പ്രശ്നം ഉണ്ടാകൂല, കാരണം ഉപ്പ 40 കൊല്ലമായിട്ട് ഇമാമും ജമാഅത്തും നഷ്ടപ്പെടാത്ത ഉപ്പയാണ്. ആരാ പറയുന്നത്? ഒരു മഹാൻ പറയാൻ, അന്തസ്സോടെ പറയാൻ. മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉപ്പാക്ക് ബേജാറൊന്നുമില്ല, ഉപ്പാക്ക് വ്യസനമൊന്നുമില്ല, ഉപ്പാക്ക് പേടിയൊന്നുമില്ല. ഈ ഉപ്പാക്ക് 40 കൊല്ലമായിട്ട് ഇമാമും ജമാഅത്തായിട്ടുള്ള നമസ്കാരം നഷ്ടപ്പെട്ടിട്ടേ ഇല്ല എന്ന് അന്തസ്സോടെ പറയാൻ. നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമ്മളൊന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം. എൻ്റെ ജീവിതത്തിൽ നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകൂല, നമസ്കാരം ഖലാകുന്ന അവസ്ഥ ഉണ്ടാകൂല, ഇമാമും ജമാഅത്തുമായിട്ടുള്ള നമസ്കാരം പോകുന്ന അവസ്ഥ ഉണ്ടാകൂല. അല്ലാഹു തആല ചില ആൺകുട്ടികളെ കുറിച്ച് സൂറത്ത് നൂറിൽ പറയുന്നുണ്ട്. ആരാ ആൺകുട്ടികൾ? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ.
ഇതാ കച്ചവടവും കൊടുക്കൽ വാങ്ങലുകളും ഒന്നും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും പോകാത്തവർ അവരാണ് ആൺകുട്ടികൾ. റിജാലുൻ അല്ല പറയാണ്. അവർ കച്ചവടം ചെയ്യും, ഇടപാടുകൾ നടത്തും, പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകൂല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രവാചകരുടെ മുഖം വിവർണമാകുമായിരുന്നു. ഇത് കടമകൾ പൂർത്തിയാക്കേണ്ട സമയമാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടുന്ന അവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഒന്നാമത്തെ വാതിലിന്റെ പേര് ബാബു സ്വലാ, നമസ്കാരക്കാർ അതിലൂടെ കടന്നു പോകും. രണ്ടാമത്തെ വാതിൽ ബാബു സ്വദഖ, സ്വദഖയുടെ വാതിലാണ്. അല്ലാഹു തആല നൽകിയ സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് 2 മലക്കുകൾ, ഒന്നാമത്തെ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ചെലവഴിക്കുന്നവരുടെ സമ്പത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ. രണ്ടാമത്തെ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ അവരുടെ സമ്പത്തിനെ നീ നശിപ്പിച്ച് കളയണേ എന്ന് ആ മലക്ക് ദുആ ചെയ്യും. എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകുന്നതാണ്. നമ്മൾ ഇന്ന് ലോക സമ്പന്നന്മാർ ഒരുപാട് ആളുകളുണ്ട്. 2022-ലും 23-ലും 24-ലൊക്കെ വലിയ വലിയ സമ്പന്നന്മാരുണ്ട്. ബിൽ ഗേറ്റ്സും അതുപോലെ തന്നെ അലൻ മോസ്കും. പക്ഷെ ഇവരുടെയൊക്കെ മുകളിലുള്ള ഒരു സമ്പന്നനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നാണ്. അദ്ദേഹം ജീവിച്ച കാലഘട്ടം 6-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം ജീവിച്ച സ്ഥലം മക്കയിലും മദീനയിലുമാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏകദേശം 790ഓളം ബില്യൺ US$ ഇന്നത്തെ കണക്ക് പ്രകാരം. വലിയ സമ്പന്നനായി. അല്ലാഹു തആല ആ കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം 100 ഒട്ടകങ്ങളും അതിന്റെ മുകളിലുള്ള മുഴുവൻ സാധനങ്ങളും, മറ്റൊരു പ്രാവശ്യം 200 ഒട്ടകങ്ങളും അതിന്റെ മുകളിലുള്ള മുഴുവൻ സാധനങ്ങളും, മസ്ജിദ് നബവിക്ക് വേണ്ടി 4000 ദീനാർ, മസ്ജിദുൽ ഹറമിന് വേണ്ടി 4000 ദിർഹം, ഇങ്ങനെ ഏതെല്ലാം സമയത്ത് ചെലവഴിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു ആ സമയത്തെല്ലാം ഇങ്ങനെ വാരി കോരി നൽകിക്കൊണ്ടേയിരുന്നു. അവസാനം മരിക്കുമ്പോൾ ബാക്കിയായത് എത്രയാണ്? 790ഓളം ബില്യണാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബാക്കിയാക്കിയത്. അപ്പൊ കൊടുത്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയ സമ്പന്നനാകാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമ്പത്ത് 3 രൂപത്തിലാക്കി മാറ്റുന്നതാണ്. ഒന്ന് അടുത്തതിന് വേണ്ടി, അടുത്ത കച്ചവടത്തിന് വേണ്ടി. രണ്ടാമത്തേത് കുടുംബക്കാരുടെ ചെലവിന് വേണ്ടി. മൂന്നാമത്തേത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കും എന്ന് പറഞ്ഞു. ഇതാണ് എന്നെ ഇത്രയും വലിയ സമ്പന്നനാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയണ്ടായി. സൂറത്തുൽ ഖലമിൽ അല്ലാഹു തആല നല്ലൊരു വ്യക്തിയുടെ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിളവെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ തോട്ടത്തിലേക്ക് പാവപ്പെട്ട ആൾക്കാരൊക്കെ വരും. എന്നിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഓഹരി ഉണ്ടാകും. അവരെല്ലാവരും സന്തോഷത്തോടുകൂടെ യാത്രയാകും. അങ്ങനെ ഒരു ദിവസം ഈ നല്ലവനായ വ്യക്തി മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി. എന്നിട്ട് പറഞ്ഞു, ഉപ്പാന്റെ സ്വത്ത് നമുക്കുള്ളതാണ്, അതിൽ ഒരാൾക്കും കൈകടത്താനുള്ള അവകാശമില്ല. ഉപ്പാന്റെ സ്വത്ത് ആർക്കുള്ളതാണ്? മക്കൾക്കുള്ളതാണ്. ന്യായമാണ് പറഞ്ഞത്. പക്ഷെ ഉപ്പ ചെയ്ത നന്മ ഉണ്ടായിരുന്നു, അത് മാറ്റിവെക്കണമെന്ന് ആരും പറഞ്ഞില്ല. അങ്ങനെ അവർ പറഞ്ഞു, നാളെ പാവപ്പെട്ട ആൾക്കാർ വരും, അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം, എന്നിട്ട് മുഴുവൻ സാധനങ്ങളും നമുക്ക് നമ്മുടെ അവകാശം എന്ന നിലക്ക് എടുത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാത്രി പോയി. ഫതാഫ അലൈഹാ തായിഫും മിൻ റബ്ബിക വഹും നായിമൂൻ. അല്ലാഹു പറയാണ്, അവരുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംഘം വന്നു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വന്നു. അവരുടെ തോട്ടം മുഴുവനും കരിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കിൻ, ഒരു മിസ്കിനെ പോലും അടുപ്പിക്കുകയില്ല, ഒരു പാവപ്പെട്ടവനെ പോലും നമ്മുടെ തോട്ടത്തിലേക്ക് അടുപ്പിക്കുകയില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് അവർ പുറപ്പെട്ടു. അല്ലാഹു തആല അവർക്കും നൽകിയില്ല, ഇവർക്കും നൽകിയില്ല. അതുകൊണ്ട് ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു തആല സമ്പത്തിൽ ബറക്കത്ത് നൽകും, അല്ലാഹു തആല അഭിവൃദ്ധി നൽകും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ. അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ, ഫഖീറന്മാർക്കും മിസ്കീനന്മാർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന അതിന്റെ ഉദാഹരണം എത്രയാണ്? മിസ്ലു ഹബ്ബത്തിൻ, അതൊരു ധാന്യമണി പോലെയാണ്. ആ ധാന്യമണിയെ 7 കതിരുകളായി, ആ ധാന്യമണി ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണിയായി മാറി. അപ്പൊ ഒന്നിന് എത്രയായി?
അപ്പൊ ഇപ്പൊ എത്രയായി? 700ആയി. എന്നിട്ട് അള്ളാഹു പറയാണ് വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അപ്പൊ അള്ളാഹു തആലക്ക് വേണ്ടി ഒരാൾ ഒന്നാണ് നൽകിയതെങ്കിൽ അള്ളാഹു തആല അതിന് പകരം എത്ര നൽകുക? 700 തിരിച്ചു നൽകുന്നതാണ് എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇത് സത്യമാണ്, ഇത് ഹക്കാണ്. ഇതൊരിക്കലും നമ്മൾ ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. കൊടുത്തുകൊണ്ടേയിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കി നൽകും. ഇതാണ് ബാബു സ്വദഖ. മൂന്നാമത്തേത് ബാബു സൗം, ബാബു റയ്യാൻ. അത് നോമ്പുകാർക്ക് മാത്രം അള്ളാഹു തആല നൽകുന്ന ഒരു പ്രത്യേകമായ വാതിലാണ്. നോമ്പിന്റെ ആ റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ മാനസികമായ തയ്യാറെടുപ്പുകൾ നടത്തി റമളാനിനെ സ്വീകരിക്കുകയാണ്. വീട്ടിൽ സ്ത്രീകൾ അവരുടെ നനച്ചുകുളി പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി, അവരുടെ അലമാരകൾ തേച്ചു കുളിപ്പിച്ചു, അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിയതുപോലെ മാനസികമായൊരു ശുദ്ധി ഉണ്ടാകണം. എന്താ മാനസികമായ ശുദ്ധി? റമളാൻ വരെയാണ്, അമലുകൾക്കുള്ള വലിയ അവസരമാണ്, ഖിയാമുൽ ലൈലിനുള്ള അവസരമാണ്, തറാവീഹിനുള്ള അവസരമാണ്. ഇത് റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഈ ഒരു അവസരം നമുക്ക് കിട്ടൂല. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് റമളാനിലേക്ക് കടന്നു വന്നപ്പോൾ റമളാനിനെ മാനസികമായി അംഗീകരിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല. അള്ളാഹ് പറയാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം പ്രതീക്ഷിക്കുകയാണ്, എളുപ്പമാണ് നൽകുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒന്നും അള്ളാഹു തആല നൽകുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ നോമ്പ് വന്നു. നോമ്പിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിനെ നല്ല രൂപത്തിൽ സ്വീകരിച്ചു, അതിൽ അമലുകൾ കൃത്യമാക്കി. ആ നോമ്പിൽ അള്ളാഹുവിൻ നൽകുന്ന ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോടുകൂടെ ആ മനുഷ്യൻ അടിയുറച്ചു നിന്നു. അവർക്ക് അള്ളാഹു തആല ബാബു റയ്യാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകുകയാണ്. നാലാമത്തെ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ പേര് ബാബുൽ ജിഹാദ് എന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ ത്യാഗപരിശ്രമം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ കലിമ ഉയർത്തിപ്പിടിക്കണമെന്ന ആഗ്രഹത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അവർക്കാണ് അള്ളാഹു തആല ബാബുൽ ജിഹാദ് ആ വാതിലിലൂടെ പ്രവേശിക്കുക. സഹാബാക്കൾ അവരുടെ ജീവിതം മുഴുവനും അർപ്പിച്ചു ദീനിനു വേണ്ടി. സഹാബാക്കൾ അവരുടെ ജീവിതത്തിന്റെ സമ്പത്തുകൾ മുഴുവനും അർപ്പിച്ചു അവരുടെ ദീൻ ഉയർന്നു കാണണം. ബദറിന്റെ രണാങ്കണം, ഉഹദിന്റെ രണാങ്കണം, ഖൈബറിന്റെ രണാങ്കണം, തുടർന്നിങ്ങോട്ട് ഖാദിസിയയും അതുപോലെ തന്നെ യമാമയും തുടങ്ങി വ്യത്യസ്തമായ സമര രണാങ്കണത്തിൽ സഹാബാക്കൾ അടിയുറച്ചു നിന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഈ ലോകത്തുനിന്നും വിട പറഞ്ഞപ്പോഴും അള്ളാഹു തആല അവർക്ക് വലിയ അംഗീകാരം നൽകി. ഇന്ന് നമ്മൾ പറയാണ് റളിയല്ലാഹു അൻഹും വറളു അൻ. ഇതൊക്കെ അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ സഹിച്ച ത്യാഗങ്ങളുടെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിലുള്ള ത്യാഗം അവർക്ക് വേണ്ടി അള്ളാഹു തആല സ്വർഗത്തിലൊരു വാതിൽ തന്നെ നൽകിയിരിക്കുകയാണ്. അഞ്ചാമത്തെ വാതിലിൻ്റെ പേര് ബാബുൽ വാലിദ് എന്നാണ്. പിതാവെന്ന് പറയപ്പെടുന്നൊരു വാതിൽ. ആ വാതിലിനെ കുറിച്ച് പറഞ്ഞത് അൽ വാലിദു ഔസതു അബ്വാബുൽ ജന്ന. പിതാവെന്ന വാതിൽ അത് സ്വർഗത്തിന്റെ മധ്യവാതിലാണ്. അപ്പോൾ ഉപ്പ എന്ന ഉപ്പയുടെ പേരിൽ അറിയപ്പെടുന്നൊരു വാതിൽ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു? ഔസതു അബ്വാബുൽ ജന്ന, മധ്യവാതിലാണ്. അപ്പൊ എല്ലാ വാതിലിന്റെയും നടുവിലാണ് ഉപ്പ എന്ന് പേര് പറയപ്പെടുന്ന ഈ വാതിലുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അത് പറഞ്ഞത്? എന്തിനാണ് അള്ളാഹു തആല അങ്ങനെ ഒരു വാതിൽ വെച്ചത്? കാരണം നമ്മുടെ എല്ലാ നേട്ടങ്ങളും ഉണ്ടായത് ഉപ്പാനെ കൊണ്ടാണ്. നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാനും സാമ്പത്തികമായ അവസ്ഥക്ക് കാരണക്കാരനായതും നമുക്കൊരു അന്തസ്സും അഭിമാനവും നാട്ടിൽ പ്രത്യേകമായ പദവിയൊക്കെ കിട്ടിയത് ഉപ്പ എന്ന് പറയുന്ന 2 അക്ഷരം കൊണ്ട് മാത്രമാണ്. ഉപ്പയുടെ അധ്വാനവും ഉപ്പയുടെ കഷ്ടപ്പാടും ഉപ്പ സഹിച്ച ത്യാഗവും ഉപ്പ കൊണ്ട വെയിലുമാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കി, അന്ന് പട്ടിണിയുടെയും മുഴുപട്ടിണിയുടെയും അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചു. ആ സമയത്തൊക്കെ നമ്മളെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് നൽകിയ ഭക്ഷണത്തിൻ്റെ വില അന്ന് വളരെ കൂടുതലായിരുന്നു. അവരുടെ പ്രയാസങ്ങൾ എത്ര വലുതായിരുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ എത്ര വലുതായിരുന്നു. ആ ഉപ്പാനെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാഹു തആല പറയാണ് ഫലാ തൻഹർഹുമാ, നിങ്ങൾ വിരട്ടരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരം പറയണം. ഒരു പക്ഷേ ബുദ്ധിക്ക് മാന്യം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകും. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പലതും ഓർമ്മയില്ലാത്ത അവസ്ഥ ഉണ്ടാകും. പക്ഷെ ആ സമയത്തൊന്നും നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത പോലും ഉണ്ടാകരുത്. അല്ലാഹു പറയാണ് ചേർത്ത് വെക്കണം.
അള്ളാഹു പറയാണ് നിങ്ങൾ അടുപ്പിച്ചു വെക്കണം. അള്ളാഹു പറയാണ് വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ആ ചിറകുകൾ അവർക്ക് മുന്നിൽ നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. കാരണം ഉപ്പയോടുകൂടെ, ഉപ്പയാണ് നിങ്ങൾക്കെല്ലാം നൽകിയത്. മരണപ്പെട്ടു പോയ ഉപ്പമാരുണ്ട്. ബഹുഭൂരിഭാഗം ഇവിടെ ഇരിക്കുന്ന ആളുകളുടെയും ഉപ്പമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധ്യമാകും? സ്വതക്ക ചെയ്യണം. അവരുടെ പേരിൽ സ്വതക്ക ചെയ്യൽ എല്ലാ ഇമാമിയങ്ങളും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ അവർ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപ്പാന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാം, അരി കൊടുക്കാം, പള്ളി ഉണ്ടാക്കാം, മദ്രസകൾ ഉണ്ടാക്കാം, ജാരിയായ സദക്കകൾ ചെയ്യാം. ഉപ്പാന്റെ ഖബർ വെളിച്ചമാകാൻ അത് കാരണമായി തീരും. അതുപോലെ തന്നെ ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? അല്ലാഹു എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണം, ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം എന്ന് നിരന്തരമായി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ വരുന്നുണ്ട്, 2 റൂഹുകൾ ഒരുമിച്ച് കൂട്ടുന്ന ഘട്ടമുണ്ടാകാം. 2 റൂഹുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർ പരസ്പരം പറയും, എൻ്റെ മോൻ്റെ ദുആ ഇന്ന് വന്നിട്ടില്ലല്ലോ. മറ്റാൾ പറയും, എൻ്റെ മോൻ്റെ ദുആ വന്നല്ലോ. അപ്പൊ ഇയാൾ ചോദിക്കും, എപ്പോഴൊക്കെ വന്നത്? സുബഹിക്ക് വന്നു, തഹജ്ജുദിന് വന്നു, ലൊഹറിന് വന്നു, അസറിന് വന്നു, മഗ്രിബിന് വന്നു, ഇശാക്ക് വന്നു. അതിൻ്റെ ഇടയിലുള്ള ലുഹായിലും ഇഷറാക്കിലും റവാത്തിബ് സുന്നത്തുകളിലും അതിൻ്റെ ഇടയിലുള്ള എല്ലാ ദുആക്കളിലും എൻ്റെ മോൻ എന്നെ മറന്നിട്ടില്ല. അപ്പൊ ഇദ്ദേഹം പറയും, എൻ്റെ മോൻ എന്നെ മറന്നുപോയല്ലോ. എത്ര ദിവസമായി എൻ്റെ മോൻ്റെ ദുആ വന്നിട്ട്? എന്താ എൻ്റെ മോൻ എന്താ എന്നെ മറന്നുപോയോ? നമ്മൾ ആലോചിച്ച് നോക്കി. റൂഹുകൾ കാത്തു നിൽക്കാൻ, നമ്മുടെ ഉപ്പമാർ കാത്തു നിൽക്കാൻ. എവിടെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്? നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ മരണപ്പെട്ടു പോയി, പക്ഷേ അവർ മരണപ്പെട്ടു പോയെങ്കിലും അവരൊരിക്കലും നമ്മൾ മറക്കരുത്. നമ്മുടെ കാര്യം ഒരു പക്ഷേ മറന്നുപോയെങ്കിൽ പോലും ദുആയിൽ അവരുടെ കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇനി നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റണം. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ ഉണ്ടാക്കി തീർക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. നമ്മൾ ഖബറിലാണ്, നമ്മളുടെ അന്ത്യയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഖബറിൽ സുന്ദരമായ രൂപത്തിൽ ഉറങ്ങാൻ, ആ സുഗന്ധങ്ങൾ അനുഭവിക്കാൻ ഓരോ സമയവും നമ്മളുടെ മക്കളുടെ ദുആ കാരണമായി തീരുന്നതാണ്. അതാണ് പ്രത്യേകം പറഞ്ഞത്, വലദുൻ സാലിഹുൻ, സ്വാലിഹായ മക്കൾക്കാണ് അതിന് സാധ്യമാകുക. അതുകൊണ്ട് മക്കളെ നമ്മൾ സാലിഹ്യങ്ങളാക്കി തീർക്കുക. നമുക്ക് മക്കളുടെ ദുആ വരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 6ാമത്തെ വാതിൽ ബാബു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ വാതിലിന്റെ പേരാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചെറിയൊരു ദിക്റാണത്. അത് നമ്മൾ പതിവാക്കണം. ഇത് പതിവാക്കി കഴിഞ്ഞാൽ ആ വാതിലിലൂടെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിയും. വലിയ എഫക്റ്റീവായ ദുആയാണ്. ഈ ദുആയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന. ഒരാൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതെങ്കിൽ ശൈത്താൻ അവനെ നോക്കിക്കൊണ്ട് പറയുന്നതാണ്, ഹുദീത വ കുഫീത വ ഖുനീത, നീ ഹിദായത്തിലായിരിക്കുകയാണ്, നീ എന്നിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്, എല്ലാ ബലാ മുസീബാത്തുകളിൽ നിന്ന് അള്ളാഹു നിനക്ക് മോചനം നൽകിയിരിക്കുകയാണ് എന്ന് ശൈത്താൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട്. അബൂ മാലിക് അൽ-അശ്ജഈ എന്ന് പറയുന്ന ഒരു പ്രമുഖ സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. വലിയ ദുഃഖിച്ചുകൊണ്ടാണ് വന്നത്, വ്യസനിച്ചുകൊണ്ടാണ് വന്നത്. നബി തങ്ങൾ ചോദിച്ചു, എന്താ ദുഃഖം എന്താണ്? എൻ്റെ മകനെ കുഫാറുകൾ പിടിച്ചുകൊണ്ടുപോയി, ഇതാണ് പ്രയാസം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എപ്പോഴാ പിടിച്ചുകൊണ്ടുപോയത്? ഇന്നലെയാണെന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മകൻ അല്ലാഹു തആല നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയും പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് വലിയ വിഷമമുണ്ട് മകന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കുമെന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് ഇത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. രണ്ടാമത്തത് വസ്ബിർ, ഈ ആപത്തിൽ ക്ഷമിക്കണം. മൂന്നാമത്തത് വഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല മകനെ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഭാര്യയുടെ അടുത്ത് പോയി ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് പറഞ്ഞത് സത്യമാണ്, അത് പൂർണ്ണമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ മകനെ തിരിച്ചു കിട്ടുന്ന ഉറപ്പാണ്. ആ ഭാര്യയ്ക്ക് ഉറപ്പായി. അങ്ങനെ അവർ 2 പേരും ഈ ദുആ ചൊല്ലാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങനെ കടന്നു വരികയാണ്. ആ ആളുടെ കൂടെ കുറേ ആട്ടിൻകുട്ടികളുണ്ട്, ആടുകളുണ്ട്, ആട്ടിൻപറ്റങ്ങളായിട്ട് വരികയാണ്. അപ്പൊ നല്ല കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ സ്വന്തം മകനാണ്.
വലിയ സന്തോഷമായി. മകനെ ചേർത്ത് പിടിച്ചു. മകനോട് ചോദിച്ചു, മോനെ നീ എവിടുന്നാ വരുന്നത്? ഒന്ന് കുറൈശികൾ എന്നെ പിടികൂടി. അങ്ങനെ എന്നെ ഏൽപ്പിച്ച കാവൽക്കാരൻ്റെ കണ്ണൊന്ന് തെറ്റിപ്പോയപ്പോൾ ഞാൻ നടന്നപ്പോൾ അവരുടെ ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ ആട്ടിൻകൂട്ടങ്ങളും എൻ്റെ കൂടെ നടന്നു. ഞാൻ ആട്ടിൻകൂട്ടങ്ങളെ കുറേ അങ്ങോട്ട് ആക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല. അവരെൻ്റെ കൂടെ തന്നെ വന്നു. ഇവരുടെ ഈ സംഭാഷണം പൂർത്തിയാകുന്നതോടുകൂടെ അല്ലാഹു ഖുർആനിലൂടെ ആയത്തിറക്കി, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവർ ക്ഷമിച്ചു, അവർ ഈ ദുആ പറഞ്ഞു, അവർ തഖ്വയോടുകൂടെ ജീവിതം നയിച്ചു. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് തഖ്വ പുലർത്തുന്നോ അവർക്ക് അവരുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവരുദ്ദേശിക്കാത്ത വഴികളിൽ അവരുടെ ഉപജീവനം അല്ലാഹു തആല എളുപ്പമാക്കി നൽകുന്നതാണ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ടതുണ്ട്. ഏഴാമത്തെ വാതിലിൻ്റെ പേര് ബാബുൽ ഐമൻ, ബാബു തവക്കുൽ എന്നാണ്. തവക്കുൽ ചെയ്യുന്ന ആളുകൾ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് പോലെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ ഞാൻ അവർക്ക് ഭക്ഷണം നൽകുന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. നമ്മൾ ബിസിനസ് തുടങ്ങി, നമ്മുടെ കച്ചവടം തുടങ്ങി, നമുക്ക് ബർക്കത്തുള്ള കച്ചവടമാകണം എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ പറയേണ്ടത് എന്താണ്? ഇനി മുന്നോട്ട് അള്ളാഹുവിനെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ നല്ല രീതിയിൽ കച്ചവടം നടത്തും, കൃത്യമായിട്ട് ഞാൻ നോക്കും. ഇനി മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കേണ്ടത് അള്ളാഹുവാണ്. അപ്പം നമുക്കൊരു ചിന്ത വരും, ഇതിനെ കൊണ്ടാണ്, ഇത് ഞാനുണ്ടായത് കൊണ്ടാണ്, ഇനി ഞാനില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാകും? ഈ ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. മറിയം റളിയല്ലാഹു അൻഹ വേദന കൊണ്ട്, പ്രസവ വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് അള്ളാഹുവിനോട് ഭക്ഷണം ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, ആ കാണുന്ന ഈത്തപ്പന ഒന്ന് കുലുക്കിയാൽ മതി, നിനക്ക് ഈത്തപ്പഴം കിട്ടുമെന്ന് പറഞ്ഞു. തുസാഖിത് അലൈകി റുതബൻ ജനിയ. അപ്പൊ നമ്മളോട് പിന്നെ ഒരാൾ പറയാണ്, ആ കാണുന്ന തെങ്ങൊന്ന് കുലുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേങ്ങ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. ഒരു പെണ്ണിനോടാ പറഞ്ഞത്. പെണ്ണിന്റെ അവസ്ഥ പ്രസവിക്കുന്ന സമയമാണ്. എത്ര പ്രയാസം ഉണ്ടാവും. നമ്മൾ ഇന്ന് പെണ്ണുങ്ങൾ നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെയാണ് അന്വേഷിക്കുക. പിന്നെ നല്ല AC റൂം വേണം, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും വേണം. ഈ സമയത്ത് ഒരു സൗകര്യവും ഇല്ല. അങ്ങേയറ്റം വേദനകൾ കൊണ്ട് പൊളയാണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫകുൻതു നസിയം മൻസിയ. ഞാൻ അങ്ങേയറ്റം വിസ്മരിക്കപ്പെട്ട പെണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മറിയം ബീബി പറഞ്ഞ വാക്കാണ് അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞത്. ആ സമയത്ത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവെ ഭക്ഷണം തരുമോ? അള്ളാഹ് പറഞ്ഞു, ആ കാണുന്ന ഈത്തപ്പന ഒന്ന് കുലുക്കിയാൽ മതി, ഈത്തപ്പഴം വീഴും. ഉറപ്പാണ്, മറിയം ബീബിക്ക് ഉറപ്പാണ് അങ്ങനെ നടക്കുമെന്ന്. പോയി കുലുക്കി, തുസാഖിത് അലൈകി റുതബൻ ജനിയ, നല്ല ഈത്തപ്പഴം വീണു. അള്ളാഹു തആല പറഞ്ഞു, ഫകുലി, ഇനി നീ തിന്നോ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അള്ളാഹുവാണ് നടത്തുന്നത് കൃത്യമായി മനസ്സിലാക്കി. അപ്പൊ നമ്മൾ പറയാണ്, ഇതൊക്കെ ഉണ്ടായത് കൊണ്ടാണ്, ഇതെല്ലാം ഉണ്ടായത് കൊണ്ടാണ്. അല്ല, ഇതൊന്നും ഉണ്ടായത് കൊണ്ടല്ല. ഇതില്ലെങ്കിലും കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. ഇതാണ് അള്ളാഹു തആല പറയുന്നത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹു അവന് മതിയായവനാണ്. ഇതാണ് തവക്കുൽ എന്ന വാതിലിലൂടെ അവർ കടന്നു പോകും. അവസാനത്തെ വാതിൽ തീർക്കാണ് ബാബു സിക്ർ എന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്കുള്ള വാതിലാണ് ബാബു സിക്ർ. നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കണം, അള്ളാഹുവിനെ ഓർക്കണം. അല്ലാഹ് പറയാണ്, അള്ളാഹുവിനെ ഓർക്കേണ്ടതുപോലെ ഓർത്തിട്ടില്ല. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി. നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയി കഴിഞ്ഞാൽ ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ല ഷൈഇൻ. അള്ളാഹു എല്ലാം നിങ്ങൾക്ക് തരും. പക്ഷേ അള്ളാഹു ഒരു പിടുത്തം പിടിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം, അൽഹംദുലില്ലാഹ് പറയണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ തസ്ബീഹാത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് തസ്ബീഹാത്തുകൾ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ മലകൾ അദ്ദേഹത്തിന്റെ കൂടെ തസ്ബീഹ് ചൊല്ലും. ഇന്നാ സഖർനൽ ജിബാല യുസബ്ബിഹന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്. അദ്ദേഹം രാവിലെയും വൈകുന്നേരവും തസ്ബീഹാത്തുകൾ കൃത്യമായി പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മലകൾ തസ്ബീഹ് ചൊല്ലും. എന്നിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ആ പക്ഷികൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരും. എല്ലാം ആ പക്ഷികളൊക്കെ വന്നുകൊണ്ട് ദാവൂദ് നബിയുടെ അടുത്ത് വന്നിരുന്ന് അവരിങ്ങനെ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി തുടങ്ങും. അള്ളാഹു പറയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, പ്രവാചകത്വം കിട്ടി.
ആ സമയത്ത് ആരും പൂമാല ഇട്ടുകൊണ്ട് സ്വീകരിച്ചില്ല. എല്ലാവരും പ്രവാചകനെ ആട്ടിയോടിച്ചു. 2 മക്കളെ തൊലാക്ക് ചൊല്ലപ്പെട്ട് ബഹുമാനപ്പെട്ട റുഖിയ റളിയല്ലാഹു അൻഹയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും തൊലാക്ക് ചൊല്ലപ്പെട്ട് അങ്ങേയറ്റം വേദനിക്കുന്ന അവസ്ഥയിലായി, പ്രയാസപ്പെടുന്ന അവസ്ഥയിലായി. മക്ക എന്ന് പറയുന്ന നാട് മുഴുവനും ബഹിഷ്കരിച്ചു. 3 വർഷക്കാലം ശിഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ ഉപരോധം. ഭക്ഷണമില്ല, വെള്ളമില്ല, സൗകര്യങ്ങളില്ല, പാർപ്പിടങ്ങളില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഒരു ഖുർആനിൽ ഒരു ആയത്തിറക്കാണ് അല്ലാഹു തആല, നബിയെ വലഖദ് നഅലമു അന്നക യളീകു സദ്റുക ബിമാ യഖൂലുൻ. അവര് പറഞ്ഞു, അവര് പീഡിപ്പിച്ചു, അവർ ഉപരോധം ഏർപ്പെടുത്തി, താങ്കളുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫസബ്ബിഹ ബിഹംദി റബ്ബിക്, ഇതെല്ലാം മാറാൻ വേണ്ടി താങ്കൾ എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. വകും മിനസ് സാജിദീൻ, സാജിദീങ്ങളിൽ സുജൂദ് ചെയ്യുന്നവരിൽ താങ്കൾ ഉൾപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കി. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ വിഷമങ്ങൾ മാറും, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ 8 വാതിലാണ്. ഈ 8 വാതിലൂടെയും കടക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് റമദാനിൽ നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കുക. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി പോകണം, അടുത്തേക്ക് ഇരിക്കും ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്, രാത്രിയുടെ സമയമാണ്, അല്ലാഹു ആകാശത്തിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ദുആ കൂടുതലാക്കി റമദാനിൻ്റെ സമയത്ത് അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم يا حي يا قيوم، اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. يا بديع السماوات والأرض، يا فاطر السماوات والأرض، ويا مولانا ويا غاية رغبتنا، اللهم إنا نسألك حبك وحب من يحبك وحب عمل ما يقربنا إلى حبك. اللهم يا أول الأولين ويا آخر الآخرين ويا راحم المساكين ويا ذا القوة المتين، ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ കാരുണ്യക്കടലായ രക്ഷിതാവേ, ഞങ്ങളുടെ എല്ലാ തിന്മകളും നീ മാപ്പാക്കി തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. റമളാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് കെഞ്ചിക്കണം, അപേക്ഷിക്കണമല്ലോ. യാ അല്ലാ, ഞങ്ങൾക്ക് നീ പൂർണ്ണമായിട്ട് മാപ്പാക്കി തരണേ അല്ലാ. നസൂഹായ തൗബ ചെയ്തുകൊണ്ട് ഞങ്ങൾ മടങ്ങണമല്ലോ. യാ അല്ലാ, ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ അല്ലാ. യാ അല്ലാ, ഒരുപാട് തിന്മകൾ ചെയ്തല്ലോ, രഹസ്യമായും പരസ്യമായും ചെയ്തതുണ്ടല്ലോ അല്ലാ, ഒറ്റക്കും കൂട്ടമായും ചെയ്തതുണ്ടല്ലോ അല്ലാ, അഹങ്കാരത്തിലും ധിക്കാരത്തിലും ചെയ്തു പോയതുണ്ടല്ലോ അല്ലാ. യാ അല്ലാ, നീ മാപ്പാക്കി തരണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണമല്ലോ. യാ അല്ലാ, നിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള അവകാശം ഇല്ലല്ലോ അല്ലാ. എല്ലാവരും തള്ളിപ്പറയും, പക്ഷെ നീ മാത്രം ഞങ്ങളെ ഏറ്റെടുക്കുമല്ലോ അല്ലാ. യാ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണമല്ലോ. നീ ഞങ്ങളെ ഖൈറിൻ്റെ വഴികളിലേക്ക് ചേർക്കണേ അല്ലാ, ബറക്കത്തിൻ്റെ വഴികളിലേക്ക് ചേർക്കണേ അല്ലാ. യാ അല്ലാ, നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾ ഒരിക്കലും നീ നിന്ദ്യരാക്കല്ലേ അല്ലാ, നിസ്സാരരാക്കല്ലേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾ നിൻ്റെ അടുക്കൽ ഈ പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതൊക്കെ നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടാണല്ലോ അല്ലാ. യാ അല്ലാ, നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണല്ലോ. നീ ഞങ്ങൾക്ക് നീ ഞങ്ങളിൽ പരിപൂർണമായിട്ടും തൃപ്തിപ്പെടണേ അല്ലാ. യാ അല്ലാ, തഖ്വ നൽകണമല്ലോ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ജീവിതത്തിൽ സൂക്ഷ്മത നൽകണമല്ലോ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ, ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. യാ അല്ലാ, ലോണിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ,
പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ല. EMI എന്നൊക്കെ പറഞ്ഞ ആളുകൾ 0% ലോണില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വലിയ പലിശയാണല്ലോ അല്ല. അതിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമല്ല. ബജാജ് ഫിനാൻസിലൊക്കെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമല്ല. ഹറാമിൻ്റെ ഒരു മുതലും ഞങ്ങളുടെ വയറ്റിലേക്ക് നീ എത്തിക്കല്ലേ അല്ല. ഹറാമിൻ്റെ ഒരു മുതലും ഞങ്ങളുടെ മക്കളുടെ വയറ്റിലേക്ക് നീ എത്തിക്കല്ലേ അല്ല. ഞങ്ങളുടെ മാതാപിതാക്കളുടെ വയറ്റിലേക്ക് എത്തിക്കല്ലേ അല്ല. ഹലാല് മാത്രം സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. ആളുകളെ പറ്റിച്ചുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കല്ല. ഹലാല് മാത്രം സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ഹറാമ് കഴിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരുക്കമല്ലല്ലോ അല്ല. അതിലൂടെ ഞങ്ങളുടെ ഇബാദത്തുകൾ പോലും നഷ്ടപ്പെടുമല്ലോ അല്ല. അതിലൂടെ ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ചെയ്യുന്ന ഹജ്ജ് പോലും ഒരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയിലാകുമല്ലോ അല്ല. ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല. ഞങ്ങളുടെ തറാവീഹ് സ്വീകരിക്കണമല്ല. ഞങ്ങളുടെ തഹജ്ജുദ് സ്വീകരിക്കണമല്ല. ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ സ്വീകരിക്കണമല്ല. ഞങ്ങളുടെ സദഖ സ്വീകരിക്കണമല്ല. ഞങ്ങളുടെ സക്കാത്ത് സ്വീകരിക്കണമല്ല. ഞങ്ങളുടെ ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കണമല്ല. ഞങ്ങളുടെ തസ്ബീഹാത്തുകളെ നീ സ്വീകരിക്കണമല്ല. ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളെ നീ സ്വീകരിക്കണമല്ല. എല്ലാ ഇടപാടുകളും നീ സ്വീകരിക്കണമല്ല. എല്ലാ അമലുകളും വെളുത്ത് പ്രകാശിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അമലുകളിൽ ഞങ്ങളുടെ അമലുകളൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ല. ഈ പള്ളിയെ കബൂലാക്കണമല്ല. പള്ളി നോക്കുന്നവരെ നീ കബൂലാക്കണമല്ല. ഈ പള്ളി ഉണ്ടാക്കിയ ഒരു മഹാനായ വ്യക്തി ഉണ്ടല്ലോ അല്ല, അദ്ദേഹം ഇന്ന് ഖബറിലാണ്. ഈ നന്മകളൊന്നും കാണാൻ അദ്ദേഹത്തിന് അവസരം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഖബറിൽ അതൊക്കെ വെളിച്ചമായിക്കൊണ്ടിരിക്കുകയാണല്ല. ഒരുപാട് നൂറുകണക്കിന് വരുന്ന ആളുകൾ വന്ന് ഇഅ്തികാഫ് ഇരിക്കുകയും സിക്ർ ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്ത് അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ ഉത്തരം നൽകാൻ നാവുകൾക്ക് നീ ശക്തി നൽകണേ അല്ലാ. അദ്ദേഹം ചെയ്തു പോയ ഒരുപാട് നന്മകൾ, പള്ളികൾ, മദ്രസകൾ, ആലിമീങ്ങൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഹാഫിളീങ്ങൾ, അവരുടെയൊക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. നമ്മളൊക്കെ ഇവിടെ പറയുന്ന ആ വാക്ക് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് മഹാനായ വ്യക്തിത്വമാണല്ലോ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഖബർ നീ എളുപ്പമാക്കണമല്ലോ. ഖബറിൻ്റെ ഇടുക്കങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എത്ര വർഷം ഖബറിൽ കഴിഞ്ഞാലും സ്വർഗത്തിൻ്റെ ഉയർന്ന അവസ്ഥകൾ ഖബറിലേക്ക് നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണമല്ലോ. രോഗികൾക്ക് ശിഫ നൽകണമല്ലോ. കടക്കാരുടെ കടങ്ങളെ വീട്ടിക്കൊടുക്കണമല്ലോ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വീടിന് നൽകണമല്ലോ. സാലിഹീങ്ങളായ കൺകുളിർമയുള്ള പറഞ്ഞാൽ കേൾക്കുന്ന അനുസരിക്കുന്ന നല്ല മക്കളെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമല്ലോ. മക്കളുടെ നല്ല അവസ്ഥ കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. മക്കളെ നീ ഹാഫിളുകളും ആലിമീങ്ങൾക്കും ദീനിൻ്റെ ദായികളുമാക്കണമല്ലോ. ഞങ്ങൾ ഇപ്പോൾ തറാവീഹ് നമസ്കരിച്ചു. ഇമാമിങ്ങളുടെ പിറകിൽ ഇവരുടെയൊക്കെ ഉപ്പമാർ എത്ര ഭാഗ്യവാന്മാരാണ്. അവരൊക്കെ ഹാഫിളീങ്ങളാക്കി അവരുടെ ഉമ്മമാരെ ആലിമികളാക്കി എത്ര സുന്ദരമായിക്കൊണ്ട് അവർ ഓതുകയാണ്. ഇതേപോലെ ഞങ്ങളുടെ മക്കൾക്ക് ഇതിനൊക്കെ നീ തൗഫീഖ് നൽകണമല്ലോ. അവരൊക്കെ നീ ഖൈറിൻ്റെ വഴികളിലേക്ക് ചേർക്കണേ അല്ലാ. മക്കളുടെ ഏറ്റവും നല്ല അവസ്ഥ കണ്ടുകൊണ്ട് സന്തോഷിക്കാനും പുഞ്ചിരിക്കാനും ഞങ്ങൾക്ക് നീ അവസരം നൽകണമല്ലോ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്. അവരുടെ ഖബർ ജീവിതം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഒരിക്കലും നീ പാഴാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണല്ലോ. ഞങ്ങളെല്ലാം ആക്കാൻ വേണ്ടി പരിശ്രമിച്ചല്ലോ അല്ലാ. ഞങ്ങളെ നോക്കുന്നതിനിടയിൽ അവർ പട്ടിണിയായിരുന്നല്ലോ അല്ലാ. ഞങ്ങൾ പട്ടിണി കിടന്നാലും അവർക്കൊരു പ്രയാസവും നീ ഉണ്ടാക്കല്ലല്ലോ. നീ അവരെ ഏറ്റെടുക്കണമല്ലോ. അവരുടെ ഖബറിൽ അവർക്ക് നീ വെളിച്ചമാക്കി കൊടുക്കണമല്ലോ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ലോ. അവരെ നീ ഒറ്റപ്പെടുത്തല്ലേ അല്ല. അവരെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല. ഒരു പുതിയാപ്പളം ഉറങ്ങുന്നത് പോലെ ഖബറിൽ ഉറങ്ങിക്കോ എന്ന് മലക്ക് പറയുന്ന സുന്ദരമായ മയ്യത്തുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മയ്യത്തിനെ നീ ഉൾപ്പെടുത്തണേ അല്ല. ഏറ്റവും നല്ല പദവിയും ഏറ്റവും നല്ല ഉയർച്ചയും ഏറ്റവും നല്ല മഹത്വങ്ങളും അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ല. ഹജ്ജും ഉംറയും കുടുംബസമേതം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നീ ഞങ്ങളെ ഏറ്റെടുക്കണമല്ലോ. ഞങ്ങളുടെയൊക്കെ പ്രവാസി സുഹൃത്തുക്കൾ വലിയ ആശങ്കയിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ സഹോദരന്മാർ, അവർക്ക് നീ നിർഭയത്വം നൽകണമല്ലോ. സമാധാനം നൽകണമല്ലോ. യുദ്ധത്തെ നീ അവസാനിപ്പിക്കണമല്ലോ. നീ ഇടപെടണേ അല്ല. നിന്റെ സഹായം എത്രയും പെട്ടെന്ന് അവിടെ നീ ഇറക്കണേ അല്ല. അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നല്ലോ. അവർക്കൊക്കെ നീ ഹിദായത്ത് കൊടുക്കണമല്ലോ. അക്രമത്തിൽ നിന്ന് അവരുടെ കൈകളെ നീ പിടിക്കണേ അല്ലോ. നിർഭയത്വമുള്ള സമാധാനമുള്ള ജീവിതം നൽകണമല്ലോ. ഞങ്ങളുടെ നാട്ടിൽ നിർഭയത്വം നൽകണേ അല്ലോ. പാസ്സാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ബില്ലുകളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു.
കൊടുക്കുന്നല്ല. യാ അല്ലാ, ഈ അവസ്ഥയിലൊന്നും യാ അല്ലാ ഏറ്റവും നല്ല അവസ്ഥയിൽ ഞങ്ങളുടെ ഇബാദത്തും ഞങ്ങളുടെ അമലുകളൊക്കെ ചെയ്ത് ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ അന്തസ്സോടെ ജീവിക്കാനും മരണപ്പെടാനും നീ തൗഫീഖ് നൽകണമല്ല. യാ അല്ലാ, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല, കലീമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല, അന്തസ്സോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല, ആത്മാഭിമാനത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. യാ അല്ലാ, മലക്കുകളുടെ കൈകളിൽ നിന്ന് പൂച്ചെണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്നും സ്വർഗീയ ആരാമങ്ങളിലേക്ക് യാത്രയാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ല. വസല്ലല്ലാഹു അലൻ നബി മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.